ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ CS എക്സിക്യൂട്ടീവ് പാസ്സായതിനു ശേഷം നമ്മൾ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ EDP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എന്താണ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓൺലൈൻ നമ്മൾ ചെയ്യണം, ഓഫ്ലൈൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ വീഡിയോസ് കണ്ട് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ റെഗുലർ ക്ലാസ് മോഡിലും എന്താണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. അത് ആരൊക്കെ ചെയ്യണം, എപ്പോഴാണ് ചെയ്യേണ്ടത്, അതിനെല്ലാം സ്പെസിഫിക് ഓർഡേഴ്സ് ഉണ്ടോ, ഫുൾ ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ശരിക്കും എന്താണ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EDP എന്ന് നമ്മളതിന് പറയും. EDP, ഓക്കെ, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. പേര് മാത്രമാണ്, പേരിലൊരു കാര്യമൊന്നുമില്ല. നോക്കിയാൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞവർ മാത്രമേ ഉള്ളൂ. എന്ത് കഴിഞ്ഞവർ? രണ്ട് ഗ്രൂപ്പ്, മോഡ്യൂൾ നമ്പർ 1, മോഡ്യൂൾ നമ്പർ 2. ഈവൻ ഓൾഡ് സിലബസ് ആണെങ്കിലും ന്യൂ സിലബസ് ആണെങ്കിലും ഈ രണ്ട് സിലബസ് കഴിഞ്ഞവർക്ക് മാത്രമേ എന്താണ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സംഭവം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സാറേ ഞാൻ CS പ്രൊഫഷണൽ കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോവുകയാണ്, നിങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു, ഇനി നിങ്ങൾ 21 മാസത്തെ എന്താണ് നിങ്ങൾ ട്രെയിനിങ്ങിലേക്ക് പോവുകയാണ്. ഓക്കെ, 21 മന്ത്സ് ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? 2 EDP ഉണ്ട്. ഒന്ന് ഈ EDP, ഓക്കെ, രണ്ടാമത്തത് ക്ലാസ് റൂം EDP. ഇത് രണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ട്രെയിനിങ്ങിലേക്ക് കിടക്കുന്നേക്കാൾ മുമ്പ് ഇത് മാൻഡേറ്ററി ആണ്. സാറേ നമ്മൾ ഇത് മാത്രം ചെയ്തിട്ട് ഇത് ചെയ്യാതിരിക്കാൻ ഇല്ല. ഇതും ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ നമ്മൾ കാണിച്ചു തരാം. ഇത് ക്ലാസ് റൂം മോഡാണ്. 15 ദിവസം നിങ്ങൾ ഒരു സ്ഥലത്ത് പോകണം. നോർമലി കൊച്ചിയിലുണ്ടായിരിക്കും, കേരളത്തിൽ കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, പിന്നെ പല പല സ്ഥലത്തുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ EDP ഇതിന് സംഭവമുണ്ട്. ഇനിയും ഈ EDPനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഈ EDP ഇതിന് കോൺസെപ്റ്റ് 2000 രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. 2000 രൂപ രജിസ്ട്രേഷൻ ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ ആയിരിക്കും. നമുക്ക് അതിൻ്റെ ICICIയുടെ ഒഫീഷ്യൽ റിലീസ് ഉണ്ട്. ആ ഒഫീഷ്യൽ റിലീസ് നമുക്ക് നോക്കാം. 2021 ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. 2021 വന്ന അനൗൺസ്മെന്റ് ആണ്. 15 ഡേയ്സിൻ്റെ എന്താണ് EDPയും 15 ഡേയ്സിൻ്റെ റെഗുലർ ക്ലാസ്സും. ആ 15 ഡേയ്സ് EDP എന്ന് പറയുമ്പോൾ സാർ അത് ഓൺലൈനിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടത്? ഓൺലൈനാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുണ്ടോ ഇൻട്രൊഡക്ഷൻ ഓഫ് 15 ഡേയ്സ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതെന്താണ്? ഈ 15 ഡേയ്സിൽ 15 ഡേയ്സ് ഉണ്ട്. ഇത് ഈ EDP ആണ്. പിന്നെ ഒരു റെഗുലർ മോഡും കൂടി ഉണ്ട്, ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റുഡൻസ് മേ അണ്ടർഗോ EDP ത്രൂ മോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കൽ മോഡാണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാകില്ല, എല്ലാം റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. അത് 15 ദിവസത്തേന് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ ആവറേജ് ഡെയിലി എന്താണ് നിങ്ങൾക്ക് അതിന് സ്പീഡ് കൂട്ടാം. 2x വരെ എന്താണ് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണാം. സജസ്റ്റഡ് നിങ്ങൾക്ക് അതിനെ കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടും. പല എന്താണ് CS ആയവരും വന്നിട്ട് അതിൻ്റെ പ്രസിഡൻറ്റ് ആ ഒരു ലെവലിലുള്ള ആൾക്കാർ എന്താണ് മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മോഡാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്നും പറഞ്ഞു. അതിനുശേഷം മാക്സിമം 90 ഡേയ്സ്. ഇപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ EDP ഇതിൻ്റെ എനിവേർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അപ്ലൈ ഫോർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. stimulate.icici.edu ഇതാണ് വെബ്സൈറ്റ്. ഇവിടെ പോയിട്ട് എന്താണ് നമ്മൾ അതിന് രജിസ്ട്രേഷൻ ചെയ്യണം. വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് ലോഗിൻ IDയും കാര്യമെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി നോക്കാം. ഇവിടെ സേവ് ഇത് ദിസ് വൺ 7th വൺ. അതായത് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഫീസ് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തെന്ന് വെച്ചോ, ഇവിടെ ക്ലാസ് തുടങ്ങിയെന്ന് വെച്ചോ, Day 1. അപ്പം Day 1 ആക്ച്വലി നിങ്ങൾക്ക് 15 ദിവസമേ ഉള്ളൂ. Day 1 തൊട്ട് ആ 15 ദിവസം തീർക്കാൻ നിങ്ങൾക്ക് 90 ദിവസമുണ്ട്. ഇപ്പോൾ 90 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 90 ദിവസം. ഇപ്പോൾ നിങ്ങൾ ജനുവരി 1-ാം തീയതി നിങ്ങളുടെ ക്ലാസ് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ജനുവരി 15 ക്ലാസ് തീരും. പക്ഷെ നിങ്ങൾക്കത് മാർച്ച് 30 വരെ എന്താണ് നിങ്ങൾക്ക് സമയമുണ്ട്. അത് 31st ഡേറ്റ് 90 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. സാറ് ഒരു പക്ഷേ 90 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുണ്ടോ
അതിവിടെ നൽകിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്താ നമുക്ക് നോക്കാം. ഒരു പക്ഷേ 90 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ he will be need to the remaining part of the training after paying 50% of the fees. Then if any student is not able to complete the training within the time frame, then ഈ 15 ഡേയ്സിൽ ഒരേ സെഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് the link part will be deactivated after the 90 days. Okay, he shall be need to the remaining part of the training after paying 50% of the fees. രണ്ടാമത് ഈ എന്താണ് എക്സ്റ്റെൻഡഡ് പീരീഡിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും 2000 രൂപ കൊടുത്തിട്ട്. ഓക്കെ, എന്താ നിങ്ങൾക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടും. മാക്സിമം 90 ഡേയ്സ് നിങ്ങൾക്ക് സമയം ഉണ്ട്, അതിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് കണ്ടിന്യൂസ് ഒരു സീക്വൻഷ്യൽ ഓർഡർ ആയിരിക്കും. ഡേ 1 അതിനുശേഷം ഡേ 2 വരെ ഉള്ളൂ. അല്ലാതെ ഡേ 1 നിങ്ങൾക്ക് നേരെ 10ാം തീയതിയിലേക്ക് പോകാൻ പറ്റില്ല. അത് ഒരെണ്ണം നിങ്ങൾ എന്താണ് അൺടിൽ 1 സെഷൻ ഈസ് കംപ്ലീറ്റഡ് no student will be allowed to start the next session. ഒരു ചോദ്യം ഒരു സാർ റെക്കോർഡ് അല്ലേ, അപ്പോൾ ഇവിടെ ഓണാക്കി വെച്ചിട്ട് പോയാൽ പോരെ, ഓണാക്കി വെച്ചിട്ട് പോയാൽ മതി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു പോപ്പ് പോരും. അതിങ്ങനെ ഒരു പോപ്പ് വന്നിട്ട് പറയും നിങ്ങൾ സ്ക്രീനിന് മുമ്പിലുണ്ടോ, ഇല്ലെങ്കിൽ 3 മണിക്കൂറിൽ സ്ക്രീൻ ടൈം ഔട്ട് ആവുമെന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ എന്താണ്, നിങ്ങളിപ്പോൾ 3 മണിക്കൂറത്തെ വീഡിയോയിൽ 2 മണിക്കൂർ 45ാമത്തെ മിനിറ്റിലായിരിക്കും ഇപ്പോൾ പോപ്പ് വരുന്നത്. ആ പോപ്പ് ടൈം ഔട്ട് ആയാൽ പിന്നെ നിങ്ങൾ ഒന്നേം തുടങ്ങണം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക ക്ലിയർ ആയിട്ട്. നിങ്ങളൊരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്താണ് ഇറ്റ് ഈസ് മാർക്ക് ആസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സെഷനിലേക്ക് നിങ്ങൾ പോവുക. 100% കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് അതിനെ ജസ്റ്റ് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്, അവരെന്താ പറയുന്നതെന്ന്. ജസ്റ്റ് താഴേക്ക് പോയി നിങ്ങൾക്ക് മനസ്സിലാക്കാം. റെസൊല്യൂഷൻ സ്പീഡ് കാര്യങ്ങളൊക്കെ. ദിസ് വൺ ലോഗിൻ ഐ ഡി പാസ്വേഡ് നമുക്കറിയാമല്ലോ, ഇ ലേണിംഗ് പാസ്വേഡാണ്. ഇവിടെ നമ്മൾ പോയതിനു ശേഷം നിങ്ങൾക്ക് മൈ കോഴ്സസ് എന്നൊരു സംഭവമുണ്ട്. മൈ കോഴ്സസ് നമ്മൾ സാധാരണ പ്രീ എക്സാമിനേഷന് വീഡിയോ ചെയ്തിരുന്നു. സെയിം അതേ കോൺസെപ്റ്റാണ്. മൈ കോഴ്സസിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടാകും. കോഴ്സസിൽ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കോഴ്സസ് ഇതിലുണ്ടാകും. വീഡിയോ ഡേ 1, ഡേ 2, ഡേ 3 ഇവിടെ ലോക്ക്ഡ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നെക്സ്റ്റ് എന്താണ്, നിങ്ങൾ കോഴ്സസിൽ നോക്കുന്ന സമയത്ത് കോഴ്സസിൽ കറൻറ്റ് കോഴ്സസ്, അപ്കമിങ് കോഴ്സസ് എന്ന സംഭവമല്ല. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഓപ്ഷൻ വരും, അല്ലെങ്കിൽ അത് ഓപ്ഷൻസ് ഇവിടെ കാണില്ല നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ലോഞ്ച് കോഴ്സ് കൊടുക്കണം. ലോഞ്ച് കോഴ്സ്, ആ ലോഞ്ച് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയെങ്കിൽ മാർക്ക് ആസ് കംപ്ലീറ്റ് കൊടുക്കുക. ഇത് 15th ഡേക്കേ പറ്റുള്ളൂ. അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് പ്രോസസ് മൈ റിസൾട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. കാരണം ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ സ്റ്റിമുലേറ്റ് പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ സാറേ, ഒരു പക്ഷേ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് എക്സ്പയർഡ് ആവുന്നേക്കാൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്റ്റിമുലേറ്റ് പോർട്ടലിലാണ്. അവിടെ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയെന്ന് പറയുന്നതും അതേ പോർട്ടൽ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സ്റ്റിമുലേറ്റിൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ട് എന്താണ് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് നോക്കിക്കുകയും ഷോർട്ട് ടേം ട്രെയിനിങ്. അപ്പോൾ ഷോർട്ട് ടേം ട്രെയിനിങ്ങിനകത്ത് പോയിട്ട് അപ്ലൈ ഫോർ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അപ്ലൈ ഫോർ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ലോങ് ടേം ട്രെയിനിങ് ഇപ്പോൾ അല്ല, നിങ്ങൾക്ക് ഏതാണ് അത് ലോങ് ടേം ട്രെയിനിങ് നിങ്ങൾ 21 മാസത്തെയാണ്. ഇപ്പോൾ ഷോർട്ട് ടേം ട്രെയിനിങ്സ് ഉണ്ട്. അപ്പോൾ തൽക്കാലം അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൾറെഡി കഴിഞ്ഞതോടെ എനിക്ക് ആ ഓപ്ഷൻ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക. അതിനുശേഷം നേരെ താഴേക്ക് വരും. ഇത് ഞാൻ പറഞ്ഞത് ക്ലാസ് റൂം മോഡിനെ കുറിച്ചാണ് ഇപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത്. ക്ലാസ് റൂം മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ക്ലാസ് റൂം മോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുണ്ട്, കറക്റ്റ് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂർ, കൊച്ചിയിൽ ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ടൊന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മധുരയിലുണ്ട്, പിന്നെ നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്കുള്ളത് പിന്നെ ബാംഗ്ലൂരിലുണ്ട്. ഒരു ഡേറ്റ് ആണ് നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. ബാംഗ്ലൂരിൽ 15 ദിവസം ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്നാക്സ് ഒക്കെ തരും. പക്ഷേ റൂം ബാക്കിയിൽ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യണം. 7 ദിവസം നിങ്ങൾക്ക് 15 ദിവസം 7000 രൂപ 6000 രൂപ. ചില സ്ഥലത്ത് നിങ്ങൾ പോകുന്നതനുസരിച്ച് 10000 രൂപ വരെ ഉണ്ട്. അത് അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിരിക്കും. എന്നാലും ഒരു ആവറേജ് 7 to 8000 റുപ്പീസ് നിങ്ങൾക്ക് ചാർജ് ആകും. അത് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നോക്കിയിട്ട് നിങ്ങളുടെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അടുത്ത ഏതാണ് ഡേറ്റ് ഏതാണ് നിങ്ങൾക്ക് ഫ്രീ ഉള്ളത്, അതിനനുസരിച്ച് നിങ്ങൾ പോവുക. ക്ലാസ് റൂം അവിടെ ചെന്നതിന് ശേഷം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യണം. അതെന്താണ് ഇവിടെ ബട്ടൺ കണ്ട് അപ്ലൈ എന്നൊരു സംഭവം. ഇപ്പോൾ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് പേയ്മെൻറ്റ് ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണം.
പേയ്മെൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. കറക്റ്റാ. റിക്വസ്റ്റ് കൊടുക്കണം 7000 രൂപ. പേയ്മെൻറ്റ് മോഡ് എങ്ങനെയാണ്? ബാലൻസ് ട്രെയിനിങ് റിക്വസ്റ്റ് ആണ്. പുതിയ റിക്വസ്റ്റാണ്, കാരണം ഞാൻ ഇൻകംപ്ലീറ്റ് ഒന്നുമില്ല, പുതിയതാണ്. ഓൺലൈൻ ഓഫ്ലൈൻ മോഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, സ്ഥലം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഇവിടെ വേറെ ഡേറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്പ്ലേ ആകും. കാരണം ഒരു സമയത്ത് എന്താണ് ഇവിടെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക, പേയ്മെൻറ്റ് റിമാർക്സ് എന്നതിലൂടെ കൊടുക്കുക. മാൻഡേറ്ററി അല്ല. ഡയറക്റ്റ് ആയിട്ട് അവർ റിസീവ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം അവർ നിങ്ങൾക്ക് ക്ലാസ് റൂം മോഡ് ആയതിനു ശേഷം ഒരു സർട്ടിഫിക്കറ്റ് നൽകും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 21 മന്ത്സിൻ്റെ ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.